ഇന്ന് ഞാൻ പോകുന്നിടം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. മണികെട്ടമ്പലം, കാട്ടിലമ്പലം എന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ മാസത്തിൽ ഇവിടെ വരാറുണ്ട്. വള്ളത്തിലൂടെയും ജങ്കാറ് വഴിയും നമുക്ക് അമ്പലത്തിനടുത്ത് എത്താൻ പറ്റും. വൃശ്ചിക മാസത്തിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു. വൃശ്ചിക മാസത്തിലൊക്കെ വരുമ്പോൾ ജങ്കാറ് നിറയെ ആളുകളായിരിക്കും. മണിക്കൂറുകളോളം ക്യൂ നിന്ന് വരെ ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ വഴിയരികിലൊക്കെ പൊങ്കാല സാധനങ്ങൾ കിട്ടും. കാര്യം അമ്പലത്തിൽ എന്നും പൊങ്കാലയുണ്ട്. എന്നും പൊങ്കാലയ്ക്കായിട്ട് ആളുകൾ ഇവിടുന്ന് എത്താറുണ്ട്. ഇന്ന് ഞങ്ങൾ വന്ന സമയത്തും അവിടെ ഒരുപാട് പൊങ്കാല നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മണി നേർച്ച ഉണ്ടായതുകൊണ്ട് ഞാനത് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. ഒരു മണിക്ക് 40 രൂപ നൽകി റെസിപ്റ്റ് എടുക്കണം. അകത്ത് തൊഴുത് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മണി കിട്ടുക. പിന്നെ ആ മണിയുമായി 7 തവണ പേരാലിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് വേണം മണി കെട്ടാൻ എന്നതാണ് ഇവിടുത്തെ രീതി. ആഗ്രഹ സാഫല്യത്തിനായും സന്താന സൗഭാഗ്യത്തിനായും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ മണി കെട്ടുന്നുണ്ട്. ഈ കാണുന്ന മണികളൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് കേട്ടോ. അക്കൂട്ടത്തിൽ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൂടി കിടക്കട്ടെ എന്ന് കരുതി ഞാനും മണി കെട്ടി. സുനാമി പോലെ വലിയ വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച ഒരു ക്ഷേത്രമാണ്. എന്നിരുന്നാലും അതിൻ്റെ പകിട്ടിപ്പോഴും മാറിയിട്ടില്ല, മങ്ങിയിട്ടില്ല. കടലിനോട് ചുറ്റപ്പെട്ട് കിടന്നിട്ടും ഒരു തരി ഉപ്പുരസം ഇല്ല കേട്ടോ ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന്. ഇവിടെ അന്നദാനം ഉണ്ട് എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ബജ്ജി കഴിക്കുന്നത് പതിവായതുകൊണ്ട് അവിടെ വന്നൊരു ബജ്ജി കഴിച്ചു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കാനുള്ളവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുണ്ട്. വില കുറച്ച് കിട്ടും. കമ്മലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.